ഹലോ, വെൽക്കം ബാക്ക് ടു ഹേസസ് നെസ്റ്റ്. ഐ എം ജീന. ഫ്രൈഡ് റൈസ് ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ല. ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള റെസ്റ്റോറന്റ് സ്റ്റൈൽ എഗ് ഫ്രൈഡ് റൈസ് എങ്ങനെ നമുക്ക് വീട്ടിലുണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ലെറ്റ്സ് വാച്ച് ദ വീഡിയോ. ഫ്രൈഡ് റൈസിന് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ആദ്യം തന്നെ പ്രിപ്പ് ചെയ്ത് വയ്ക്കുക. ഫ്രൈഡ് റൈസ് ഹൈ ഫ്ലെയിമിലാണ് കുക്ക് ചെയ്യുന്നത്. സോ ഇൻഗ്രീഡിയൻസ് എല്ലാം ആക്സസിബിൾ ആയിട്ടുള്ള രീതിയിൽ പ്രിപ്പ് ചെയ്ത് വെക്കണം. നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എല്ലാം ഇതിൽ ആഡ് ചെയ്യാവുന്നതാണ്. ആദ്യം 2 മുട്ട ചൂടായ എണ്ണയിലേക്ക് ഒഴിച്ച് ഫ്രൈ ചെയ്തെടുക്കുക. ഇതിനെ മാറ്റി വയ്ക്കുക. ഇനി സെയിം പാനിലേക്ക് വെളുത്തുള്ളി, സ്പ്രിംഗ് ഒനിയൻ ബൾബ്സ്, ഒനിയൻസ് ഇവ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് സെലറി കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ വെജിറ്റബിൾസും നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് നമ്മളിത് കുക്ക് ചെയ്യുന്നത്. വെജിറ്റബിൾസ് എല്ലാം ആഡ് ചെയ്തതിന് ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ലൈറ്റ് സോയ സോസ് ഒഴിച്ചു കൊടുക്കുക. ഇതെല്ലാം നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ ഷുഗർ കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതൊരു നല്ല ടേസ്റ്റ് കിട്ടാൻ ഹെൽപ്പ് ചെയ്യും. ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗ് കൂടി ആഡ് ചെയ്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ബസുമതി റൈസ് മിക്സ് ചെയ്ത് എടുക്കുക. മുഴുവൻ ഒന്നിച്ച് ഇട്ട് മിക്സ് ചെയ്യാതെ പോർഷനായിട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ലതുപോലെ മിക്സായിട്ട് വരും. റൈസ് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് സ്പ്രിംഗ് ഒനിയൻ്റെ ഗ്രീൻ പോർഷനും കൂടെ ആഡ് ചെയ്ത് നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റിയാണ്, ഹെൽത്തിയുമാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. സീ യു ഇൻ ദ നെക്സ്റ്റ് വൺ.